സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ മലപ്പുറത്തെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരളയുടെ മാച്ച് നമ്പർ 30, ദ ലാസ്റ്റ് ലീഗ് ഗെയിം. മലപ്പുറം FC നേരിടുന്നു ഫോർസ കൊച്ചി FCയെ. വെൽക്കം ടു ദ ഫൈനൽ ലീഗ് ഗെയിം ഓഫ് SLK സീസൺ 2, മാച്ച് നമ്പർ 30. മലപ്പുറം FC വേഴ്സസ് ഫോർസ കൊച്ചി FC. ഈ രണ്ട് ടീമുകളും തമ്മിൽ കൊച്ചിയിൽ ആദ്യ പാദത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-നെതിരെ 4 ഗോളുകൾക്ക് 4-1 മലപ്പുറം FCയുടെ മിന്നുന്ന വിജയം. ഓർക്കുക, ആ വിജയം ഉൾപ്പെടെ പക്ഷേ ലീഗിൽ ഇതേവരെ മലപ്പുറത്തിന് 2 വിജയങ്ങൾ മാത്രമേ ലീഗിൽ 9 മത്സരങ്ങളിൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അവസാന 4 മത്സരങ്ങളിൽ മലപ്പുറത്തിന്റെ പ്രകടനം 2 തോൽവി 2 സമനില എന്നത് മാത്രമാണ്. സോ ആദ്യ മുന്നേറ്റം ഇവിടെ കെന്നഡിയാണ്. ആദ്യ മുന്നേറ്റം ജോൺ കെന്നഡി ഈ ബോക്സിനുള്ളിൽ കയറി ടേൺ ചെയ്ത് ഇടതുകാല കൊണ്ട് കെന്നഡി ആദ്യ വടി പൊട്ടിക്കുന്നു. ആദ്യ ഷോട്ട് മലപ്പുറത്തിന്റെ ഭാഗത്തു നിന്നാണ്, കെന്നഡിയുടെ ഭാഗത്തു നിന്നാണ്. നമുക്ക് കാണാം, ഇദ്ദേഹം ക്ലിയോപ്പസ് അലക്സ്, ഇന്ററിം ഹെഡ് കോച്ച് ക്ലിയോപ്പസ് അലക്സ് ആണ് പരിശീലിപ്പിക്കുന്നത്. ഫോർസ കൊച്ചി now brilliant move. ഫോർസ കൊച്ചി ഇടതു ഭാഗത്തു നിന്നും ഫോർസ കൊച്ചി ലീഡ് നേടുന്നു. ഇതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഫോർസ കൊച്ചിക്ക് വേണ്ടി ജേഴ്സി നമ്പർ 32 അബിദ് കെബി ഇടതു വിങ്ങിലും കൊടുത്ത ഒരു ക്രോസ് ഡിഫ്ലക്റ്റഡ് ആയി മലപ്പുറത്തിന്റെ പോസ്റ്റിലേക്ക് കയറുമ്പോൾ ഫോർസ കൊച്ചി മലപ്പുറം FCയെ ഞെട്ടിക്കുകയാണ് പയ്യനാട് സ്റ്റേഡിയത്തിൽ. 9-ാം മിനിറ്റിൽ ഫോർസ അബിത്തിന്റെ സീസണിലെ 2ാം ഗോളാണ്. ജേഴ്സി നമ്പർ 32 അബിദ് കെബി, സ്റ്റണ്ണിംഗ് ഗോൾ. ഒരു അവിസ്മരണീയമായ ഇറ്റേണൽ ഇമ്മോർട്ടൽ ഗോൾ നേടാനുള്ള ഒരു ഹെഡർ തന്നെയാണ് കെന്നഡി അവിടെ കൊടുക്കുന്നത്. ബ്യൂട്ടിഫുൾ ഇമ്മോർട്ടൽ ആൻഡ് ഇറ്റേണൽ ഹെഡർ ഫ്രം കെന്നഡി. പക്ഷെ അതും പോസ്റ്റിൽ തട്ടി വെളിയിലേക്ക് പോവുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ജോൺ കെന്നഡി കൃത്യമായി എൽഫോർസിയുടെ ഒരു നല്ല ക്രോസ് എന്ന് പറയാൻ കഴിയില്ല, കാരണം പയ്യെ വരുന്ന പന്താണ്, കറക്റ്റായിട്ട് കോൺടാക്ട് ഇല്ല. അപ്പോഴും ആ പന്തിലേക്ക് കെന്നഡി ഓടി വന്നൊരു കോൺടാക്ട്, ഡിഫൻഡർ റണ്ണിംഗ് ബിഹൈൻഡ് ദ ഡിഫൻഡർ. സൂപ്പർ ലീഗ് കേരള അവസാന ലീഗ് മത്സരം പുരോഗമിക്കുന്നു മഞ്ചേരിയിലെ വയനാട് സ്റ്റേഡിയത്തിൽ. ആഫ്റ്റർ 25 minutes again a yellow card. ഇത്തവണ ഇർഷാദിനാണ് യെല്ലോ കാർഡ്. മലപ്പുറത്തിന്റെ 2ാം താരമാണ് യെല്ലോ കാർഡ് കാണുന്നത്. ദിസ് ടൈം ഫോർ ഇർഷാദ്. ഒരു ഓവർഹെഡ് ബോൾ ബോക്സിനകത്ത് മലപ്പുറത്തിന്റെ വിവശതകൾക്ക് മേൽ പയ്യനാട് ഗാലറിയെ നിശബ്ദമാക്കി ഫോർസ 2ാമത്തെ വെടി പൊട്ടിക്കുന്നു. ത്രൂ ദ നമ്പർ 11 റൊമാരിയോ അലക്സാണ്ടർ ജെസുരാജ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഫോർസ ലീഡിംഗ് 2-0 in മഞ്ചേരി. മലപ്പുറം FCയുടെ സെമി ഫൈനൽ സ്വപ്നങ്ങൾ ചിറക് വിടർത്തുകയാണ്. ഇല്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. പ്ലേ ഓഫ് ഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മലപ്പുറം 1, ഫോർസ കൊച്ചി 2. നേരത്തെ നമ്മൾ ഇദ്ദേഹത്തെ നമ്മുടെ ജെയ്മി ജോയിയുടെ കാര്യവും ജെയ്മി ജോയി എവിടെ ഈ ഗാലറിയെ തീപിടിപ്പിക്കാൻ ഇത് ധാരാളം. ആളിക്കത്തുന്നൊരു അഗ്നികുണ്ഡമായി മഞ്ചേരി മാറുന്നു. ഇറ്റ് ഈസ് മലപ്പുറം 2, ഫോർസ കൊച്ചി 2. ഇറ്റ്സ് എ draw here in മഞ്ചേരി. Rainy day is a special day for Kennedy. Inflammable John Kennedy, highly inflammable. സോ ആദ്യ പകുതിയെ തീപിടിപ്പിച്ചുകൊണ്ട് ജോൺ കെന്നഡിയുടെ സമനില ഗോൾ കണ്ടുകൊണ്ട് ഇടവേള വിസിൽ മുഴങ്ങുകയാണ് മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ. ഹാഫ് ടൈം സ്കോർ ഹിയർ ഇൻ പയ്യനാട്. ഇറ്റ്സ് മലപ്പുറം 2, ഫോർസ കൊച്ചി 2. വാട്ട് എ ഗെയിം, വാട്ട് എ മാച്ച് ഗോയിങ് ഓൺ ഹിയർ. സോ ഇറ്റ്സ് 2-2. മലപ്പുറം FC 2, ഫോർസ കൊച്ചി 2. കെന്നഡിയെ ഫൗൾ ചെയ്യുന്നു. യെല്ലോ കാർഡ് ഫോർ നമ്പർ 10 റാച്ചിദ്. ഫോർസ കൊച്ചിയുടെ റാച്ചിദിനാണ്, സെൻട്രൽ മിഡ്ഫീൽഡർ റാച്ചിദിനാണ് ജോൺ കെന്നഡിയെ പുറകിൽ നിന്ന് ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് ദിസ് യെല്ലോ. ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്. നല്ലൊരു റൺ വേണം. വാൻ കെസൽ ഇൻസൈഡ് ദ ബോക്സ്. വാൻ കെസൽ, what a miss.
ഓപ്പൺ ചാൻസ് നഷ്ടപ്പെടുത്തി കളയുന്നു. വാൻ കെസലിലേക്ക് പാസ് പോയി ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻസൈഡ് ദ ബോക്സ്. ഗോൾ കീപ്പർ ഡ്രിബിൾ ചെയ്ത് വാൻ കെസലിന് വലയിലേക്ക് പന്ത് എത്തിക്കേണ്ടിയിരുന്നു. രണ്ടാം പന്തുമായി ഇഷാൻ പണ്ഡിത ലെഫ്റ്റിലേക്ക് കൈമാറുന്നു. ബ്രില്യൻ മൂവ് ആണ് പുരോഗമിക്കുന്നത്. മലപ്പുറത്തിന്റെ ക്രോസ്, മലപ്പുറം എഫ്സിയുടെ സെമി ഫൈനൽ സ്വപ്നങ്ങൾ ചിറകുവിരിക്കുന്നു. മഞ്ചേരി സ്റ്റേഡിയത്തിലെ കളിവിളക്കുകളുടെ തങ്കനാളങ്ങൾ സാക്ഷി. ഇത് മലപ്പുറത്തിന്റെ മധുവസന്തം. ഗോളുകളുടെ പിന്നാലെ മലപ്പുറം, പിന്നാലെ കെന്നഡി, പിന്നാലെ ഹാട്രിക് ജോൺ കെന്നഡി. 8 ഗോളുകളായിരിക്കുന്നു കെന്നഡിയുടെ ഗോൾ നേട്ടം. സോ ജോൺ കെന്നഡി, സേവിയർ ദാ കോസ്റ്റ ഫ്രം ബ്രസീൽ. ജോൺ കെന്നഡി ഈ 8 ഗോളുകളുമായി ഇപ്പോൾ ഇഷാൻ പണ്ഡിതയിലേക്ക് വളരെ തളികയിൽ വെച്ചെന്ന വണ്ണം, തളികയിലേക്ക് എന്ന് പറഞ്ഞ് ഒരു ക്രോസ് വരികയാണ്. അത് തലകൊണ്ട് കൃത്യമായി അത് കണക്ട് ചെയ്തു, പക്ഷെ സ്ട്രൈറ്റ് ടു ദ ഗോൾ കീപ്പർ. സോ 60 മിനിറ്റുകൾ പിന്നിടുകയാണ് ഈ മത്സരം. ഫ്രീ കിക്ക് ഫോർ മലപ്പുറം. ഐ തിങ്ക് അതിന് മുൻപ് തന്നെ അവിടെ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നിട്ടുണ്ട്. സെറ്റ് പീസിൽ ഏറ്റവും അപകടകാരിയാണ് ഹക്കു. ഇവിടെയും ഫോഴ്സ കൊച്ചിക്ക് ഈ മത്സരം ജയിക്കണമെന്നൊന്നുമില്ല, കാരണം അവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല. പറഞ്ഞ് ഇഷാൻ പണ്ഡിതനെ കൊണ്ട് ഒരു ഗോൾ അടുപ്പിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒടുവിൽ ഇഷാൻ പണ്ഡിതയിലൂടെയും ഒരു ഗോൾ അടിപ്പിക്കുകയാണ്. സോ ഇഷാൻ പണ്ഡിതയുടെ കാത്തിരിപ്പിനും അറുതിയാവുകയാണ്. മലപ്പുറം ഫുട്ബോൾ വോൾക്കാനോ erupts for one man, ഇഷാൻ പണ്ഡിത. It is മലപ്പുറം 4, ഫോർസാ കൊച്ചി 2. സോ എത്ര മിനിറ്റ് ഇവിടെ ഇഞ്ചുറി ടൈം അനുവദിക്കുമെന്നുള്ളത് ഇനി നിർണായകമാണ്. ബ്രില്യൻ ക്രോസ്, പക്ഷേ ഡഗ്ലസിന്റെ ഹെഡർ ടാർഗറ്റിലേക്ക് പോകുന്നില്ല. ഐത്തോറിലേക്ക് ഒരു വൺ ടച്ച് പാസ്. വളരെ തന്ത്രപരമായി ഐത്തോർ ആ പന്തിനെ വിങ്ങിലേക്ക് കോർണറിലേക്ക് കൊണ്ടുവന്ന നവ അഭിജിത്ത്. ബ്രില്യൻ അഭിജിത്ത് അവിടെ ഒരു ഫൗള് നേടിയെടുക്കുകയാണ്. ഇതാണ് പന്ത് കൈവശം വെച്ച് ഹോൾഡ് ചെയ്ത് സമയം പരമാവധി ചെലവഴിച്ച് ഇവിടെ ഒരു യെല്ലോ കാർഡും കാണേണ്ടി വരുന്നു ഫോർസ കൊച്ചി താരം. Now Douglas മൂന്നാമത്തെ ഗോൾ നേടാനുള്ള ഒരു സുവർണ അവസരം. ഏതായാലും കളി അവിടെ തീർന്നതിന് അതുകൊണ്ടാണ് ധനുഷ് തലയിൽ കൈവെക്കുന്നത്. ഡ്രിബിൾ ചെയ്ത് പോയ ഡഗ്ലസ് അത് പുറത്തേക്ക് അടിച്ച് തുലയ്ക്കുന്നു. തലയിൽ കൈ വെക്കേണ്ട സനൂഷ്, കാരണം ഈ കിട്ടിയ അവസരങ്ങൾ, വാൻ കസലിന് കിട്ടിയ അവസരവും ഇപ്പോൾ ഡഗ്ലസിന് കിട്ടിയ അവസരമൊക്കെ വെച്ച് നോക്കുമ്പോൾ കളി ഏതാണ്ട് 4-4 സമനിലയിൽ എത്തേണ്ടതായിരുന്നു. ഇഞ്ചുറി ടൈമിന്റെ അവസാന സെക്കൻഡുകളാണ് കടന്നു പോകുന്നത്. ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. മലപ്പുറത്തെ ഹോം കാണികളെ ഹോം ഗ്രൗണ്ടിനെ സാക്ഷിയാക്കി മലപ്പുറം FC സൂപ്പർ ലീഗ് കേരളയുടെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ അവസാന ലീഗ് മത്സരത്തിൽ 2-4 ഗോളുകൾക്ക് സ്വന്തം ഗ്രൗണ്ടിൽ ഫോർസ കൊച്ചിയെ പരാജയപ്പെടുത്തിയ മലപ്പുറം പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനക്കാരായി. പോയിന്റ് പട്ടികയിൽ 14 പോയിന്റുമായി തൃശ്ശൂരിന് പിറകിൽ 3-ാം സ്ഥാനക്കാരായിട്ടാണ് സെമി ഫൈനലിലേക്ക് എത്തുന്നത്. So full time here in the Manjeri Payanad Stadium. It is Malappuram FC 4, Forza Kochi 2.